പാത്തു അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കോളിംഗ് ബെല്ലടിക്കുന്നത് കേട്ടത്. അവൾ കൈ തുണിയിൽ തുടച്ചിട്ട് ഹാളിലേക്ക് നടന്നു. അലക്സ് അടുക്കളയിലേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാൻ വേണ്ടി കടയിലേക്ക് പോയിരിക്കുകയായിരുന്നു. അവൻ പറഞ്ഞിട്ട് പോയതുകൊണ്ട് തന്നെ അവൾ വാതിൽ തുറക്കുന്നതിന് മുൻപേ ജനലിൽ കൂടി പുറത്തേക്ക് നോക്കി. മമ്മി! പുറത്തു നിൽക്കുന്ന അന്നമ്മയെ കണ്ടതും അവളുടെ ചുണ്ടുകൾ പറഞ്ഞു. അവൾ തുറക്കണോ വേണ്ടായോ എന്ന് കുറച്ചുനേരം ആലോചിച്ചു. അലക്സ് ഇല്ലാത്ത സമയമായതുകൊണ്ട് തന്നെ എന്തെങ്കിലും പറയാനുള്ള വരവാണോ എന്ന് അവൾ ചിന്തിച്ചു. അവർ വീണ്ടും കോളിംഗ് ബെൽ അമർത്തിയതും അവൾ രണ്ടും കൽപ്പിച്ച് വാതിൽ തുറന്നു. വാതിൽ തുറക്കുന്നത് കേട്ടതും അവർ വാതിലിലേക്ക് നോക്കി. പാത്തുവിനെ കണ്ടതും അവർ അവളെ നോക്കിയൊന്ന് നിന്നു. അവൾക്കാണെങ്കിൽ വല്ലാത്തൊരു പേടി തോന്നി. വാ മമ്മി, അകത്തേക്ക് വാ. അവൾ രണ്ടും കൽപ്പിച്ചുകൊണ്ട് അവരെ അകത്തേക്ക് വിളിച്ചു. അവർ ഒന്നും മിണ്ടാതെ തന്നെ അകത്തേക്ക് കയറി. മമ്മിക്ക് ചായ ഇടട്ടെ? അവർ ചെറുപുഞ്ചിരിയോടെ ചോദിച്ചു. ഇട്ടോ. അവർ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അതിശയത്തോടെ അവരെ നോക്കി. അവരിൽ നിന്നും വേണ്ട എന്നുള്ള മറുപടിയായിരുന്നു അവൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അവളുടെ പ്രതീക്ഷയെ മാറ്റിമറിച്ചുകൊണ്ട് അവർ ചായ ഇട്ടോളാൻ തന്നോട് പറഞ്ഞിരിക്കുന്നു. വീട്ടിൽ വെച്ച് അവളൊരു സാധനത്തിലും തൊടുന്നത് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അവളിടുന്ന ചായ കുടിച്ചു പോലും നോക്കാതെ കുറ്റം പറയുന്നതായിരുന്നു അവർക്ക് ശീലം. അവർ ചായ ഇടാൻ പറഞ്ഞ സന്തോഷത്തിൽ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങി. മോളെ! പെട്ടെന്ന് പുറകിൽ നിന്നും അവർ വിളിച്ചതും പാത്തു ഒരു നിമിഷം അവിടെ തറഞ്ഞു നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. താൻ കേട്ടത് സ്വപ്നമാണോ എന്ന് പോലും അവൾ ചിന്തിച്ചു. പിന്നെ സംശയത്തോടെ അവരെ തിരിഞ്ഞു നോക്കി. അലക്സ് ഇവിടെ ഇല്ലേ? അവൾ നോക്കുന്നത് കണ്ടതും അവർ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഇല്ല, ഇച്ചായൻ കടയിലേക്ക് പോയി. അവൾ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവരൊന്ന് മൂളി. അവൾ വീണ്ടും അടുക്കളയിലേക്ക് നടന്നു. അവൾ ചായച്ചരുവത്തിൽ പാലും വെള്ളവും എടുത്ത് ഗ്യാസിലേക്ക് വെച്ചു. മോളെ! വീണ്ടും അവളുടെ പുറകിൽ നിന്ന് മോളെ എന്നുള്ള വിളി കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. മോൾക്ക് എന്നോട് വെറുപ്പാണ് അല്ലേ? മോൾക്ക് മാത്രമല്ല, എല്ലാവർക്കും എന്നോട് വെറുപ്പും ദേഷ്യമാണ്. അവൾ മറുപടി പറയുന്നതിന് മുൻപേ തന്നെ അവർ അവളെ നോക്കി പറഞ്ഞു. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അത് കണ്ടതും പാത്തുവിന് വിഷമമായി. അത് മമ്മി, എനിക്കും മമ്മിയോട് അങ്ങനെയൊന്നും വേണ്ട മോളെ. എനിക്കറിയാം, അത്രയ്ക്ക് തെറ്റുകൾ ചെയ്ത് എന്നോട് ക്ഷമിക്കാൻ മോൾക്ക് ഒരിക്കലും കഴിയില്ല. മോൾക്കെന്നല്ല, അത് കേൾക്കുന്ന ആർക്കും കഴിയില്ല. അവർ കണ്ണുകൾ നിറച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു. എനിക്ക് സ്വാർത്ഥതയായിരുന്നു. നിന്റെ പപ്പയെ കിട്ടാതായി പോയതിലുള്ള അമർഷം, കൂടെ നിന്ന് നിന്റെ മമ്മി ചതിച്ചതിലുള്ള ദേഷ്യം, അതിലൊക്കെ ഉപരി അവനെ നീ എന്നിൽ നിന്ന് അകറ്റുമോ എന്നുള്ള പേടി. ഇതൊക്കെയായിരുന്നു എന്നെക്കൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിപ്പിച്ചത്. ഞാൻ സായയാണ് അവനെ പെണ്ണായിട്ട് കരുതിയിരുന്നത്. എനിക്കും മരുമകളായി ഞാൻ ആഗ്രഹിച്ചത്. എന്തോ എനിക്കറിയില്ല, ഞാൻ അങ്ങനെ അങ്ങ് ആഗ്രഹിച്ചു പോയി. പക്ഷെ അതിനുശേഷം ഒരു ദിവസമാണ് ഡേവി അവൻ്റെ മമ്മിയും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടത്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഡേവിക്ക് സായ ഇഷ്ടമാണെന്നും അവർക്കിടയിൽ ഇപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്നും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം സാന്ദ്രയും അവളുടെ മമ്മിയും കൂടി വീട്ടിലേക്ക് വന്നത്. അന്ന് അലക്സ് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയിരിക്കുകയായിരുന്നു. അന്നാണ് അവർ എന്നോട് പറഞ്ഞത് സാന്ദ്രയ്ക്ക് അവനെ ഇഷ്ടമാണെന്നും വിവാഹത്തിന് അവർക്ക് താല്പര്യമുണ്ടെന്നും. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം അറിയാവുന്നൊരു കുട്ടിയെ എൻ്റെ മരുമകളാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവരായിട്ട് ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. സാന്ദ്രയെ എനിക്കറിയാലോ. അങ്ങനെ ഇച്ചായനോടും അലക്സിനോടും പോലും അനുവാദം ചോദിക്കാതെ ഞാൻ അവർക്ക് വാക്കുകൊടുത്തു. അങ്ങനെ അലക്സിന് വേണ്ടി സാന്ദ്രയ്ക്ക് വാക്കുകൊടുത്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് നിന്നെ അവിടേക്ക് കൊണ്ടുവരുന്നത്. ഫാത്തിമയോടും അച്ചായനോടുമുള്ള ദേഷ്യവും പരിഭവവും മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് നിന്നെ എനിക്കിഷ്ടപ്പെട്ടില്ല. പക്ഷേ അലക്സ് ഒരിക്കലും നിന്നെ സ്നേഹിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പ്രതീക്ഷകളെയൊക്കെ തെറ്റിച്ചുകൊണ്ടായിരുന്നു നീ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയത്. അവൻ നിന്നെ വിവാഹം കഴിച്ചു. നിന്നെ സ്നേഹിക്കാൻ പറ്റാത്ത എനിക്ക് നിന്നെ മരുമകളായി അംഗീകരിക്കാൻ സാധിച്ചില്ല. അതിനൊപ്പം സാന്ദ്രയുടെ വിഷമവും അവളുടെ മമ്മിയുടെ കുത്തുവാക്കുകളും എനിക്ക് നിന്നോടുള്ള ദേഷ്യവും വെറുപ്പും ഇരട്ടിയാക്കി. അവർ തന്നെയാണ് എനിക്ക് എല്ലാത്തിനുള്ള ഐഡിയ പറഞ്ഞു തന്നത്. നിന്നെ അവനെയും തമ്മിൽ അകറ്റണമെന്നും നിന്നെ ഇവിടെ നിന്ന് മാറ്റണമെന്നും സാന്ദ്ര എന്നോട് പറഞ്ഞു. അവർ പറഞ്ഞതും പാത്തു അവരുടെ മുഖത്തേക്ക് നോക്കി. നിന്നെ അവനിൽ നിന്നും അകറ്റി നീ ഇവിടെ നിന്നും പോയാൽ പതിയെ അവൻ്റെ മനസ്സിൽ അവൾ സ്ഥാനം പിടിച്ചോളാം എന്ന് അവൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇവിടെ നിന്നും മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എല്ലാം എൻ്റെ സ്വാർത്ഥതയുടെയും ദുർവാശിയുടെയും ഫലമായിരുന്നു. അവരത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എല്ലാം കേട്ട് പാത്തു ആകെ വല്ലാതെയായിരുന്നു. അവൾ ചായ കപ്പിലേക്ക് ഒഴിച്ചിട്ട് അവർക്ക് കൊടുത്തു. അവരത് വാങ്ങി ചുണ്ടിനോടടുപ്പിച്ചു. മോൾ എന്നോട് ക്ഷമിക്കണം. എല്ലാം ആ ഒരു വാശിയിൽ പറ്റിപ്പോയതാണ്. നിങ്ങൾ രണ്ടുപേരും അവിടേക്ക് തിരിച്ചു വരണം. ആരെന്നോട് പിണങ്ങിയാലും എനിക്ക് വിഷമമില്ല. പക്ഷെ അലക്സ്, അവൻ എൻ്റെ ജീവനാണ്. എന്നെ ആദ്യമായി മമ്മി എന്ന് വിളിച്ചത് അവനാണ്. ഞാൻ ആദ്യമായി ഒരു അമ്മയായത് അവനിലൂടെയാണ്. അവൻ എന്നോട് പിണങ്ങിയിരുന്ന എനിക്കത് സഹിക്കില്ല. മോൾ അവനോട് സംസാരിക്കണം. വീട്ടിലേക്ക് തിരികെ വരാൻ പറയണം. അവർ അവളെ നോക്കി നിറകണ്ണുകളോടെ പറഞ്ഞു. ഞാൻ പറഞ്ഞതാ മമ്മി, പക്ഷേ ഇച്ചായൻ കേൾക്കില്ല.
ഇവിടെ വന്ന സമയം മുതൽ ഇച്ചായൻ പുറത്തു പോകുന്നത് വരെയും ഞാൻ അത് തന്നെയാണ് ഇച്ചായനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കേൾക്കില്ല. അവളും വിഷമത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പുറത്തൊരു കാറ് വന്ന് നിന്നത്. ഇച്ചായനാണെന്ന് തോന്നുന്നു. അവൾ പറഞ്ഞതും അവർ തലയാട്ടി. അലക്സ് കുറേ കവറും സാധനങ്ങളൊക്കെ ആയിട്ട് അകത്തേക്ക് കയറി. പാത്തുവിനെ വിളിക്കാനായിട്ട് മുൻപിലേക്ക് നോക്കിയതും ചായക്കപ്പുമായിട്ട് നിൽക്കുന്ന അന്നമ്മയാണ് കണ്ടത്. അവരെ പെട്ടെന്ന് അവിടെ കണ്ടതും അവൻ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. മമ്മി എന്താ ഇവിടെ? അവൻ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. മമ്മി നമ്മളെ വീട്ടിലേക്ക് വിളിക്കാൻ വന്നതാ ഇച്ചായ. അവൾ അലക്സിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ നെറ്റിച്ചൊളിച്ചു. എന്തിന്? നമ്മൾ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നതല്ലേ? ഇനി നമ്മുടെ വീട് ഇതാണ്. അലക്സ് കുറച്ച് കടുപ്പിച്ച് പറഞ്ഞതും പാത്തു പിന്നെ ഒന്നും മിണ്ടിയില്ല. മോനെ അന്നമ്മ എന്തോ പറയാൻ തുടങ്ങി. മമ്മി എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. മമ്മിക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. ഞങ്ങളെ കാണാം, സംസാരിക്കാം. വേണമെങ്കിൽ മമ്മിക്ക് കുറച്ച് ദിവസം ഇവിടെ നിൽക്കുകയും ചെയ്യാം. പക്ഷെ ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ടേക്ക് വരുമെന്ന് മമ്മി വിചാരിക്കരുത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 2 വർഷമായി. ഇതുവരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചിട്ടില്ല. ജീവിതം എന്താണെന്ന് പോലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. മമ്മിയുടെ സ്വാർത്ഥത കാരണം ഇല്ലാതെയായിപ്പോയത് ഞങ്ങളുടെ ജീവിതമാണ്. ഞങ്ങളുടെ 2 നല്ല വർഷമാണ്. ആ 2 വർഷം തിരികെ തരാൻ മമ്മിക്ക് കഴിയുമോ? അവൻ തിരികെ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവർക്ക് തിരികെ എന്തുത്തരം അവനോട് പറയണമെന്ന് അറിയില്ലായിരുന്നു. ശരിയാണ്, ഞാൻ കാരണമാണ് അവരുടെ ജീവിതം ഇല്ലാതെയായിപ്പോയത്. അവരുടെ 2 വർഷം അവർ അകന്ന് ജീവിച്ചത് അവർ ചിന്തിച്ചു. മമ്മി ഞങ്ങളെ അങ്ങോട്ടേക്ക് വിളിക്കാനാണെങ്കിൽ മമ്മി ഇനി ഇവിടേക്ക് വരണമെന്നില്ല. ഇനിയെങ്കിലും ഞങ്ങൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒന്ന് ജീവിച്ചു തുടങ്ങട്ടെ. ഒരു കുടുംബജീവിതം തുടങ്ങിയ ഞങ്ങൾക്കും ഉണ്ട് മമ്മി സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ. ഒരു പെണ്ണൊരു പുരുഷൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ ആയിട്ടായിരിക്കും. അവളുടെ ഭർത്താവിൻ്റെ കൂടെ സ്നേഹത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെയൊക്കെ കഴിയാമെന്നുള്ള വിശ്വാസത്തിലായിരിക്കും അവൾ ഒരു കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. എന്നാൽ നിങ്ങൾ ചില അമ്മായിമ്മമാർക്ക് ഒരു വിചാരമുണ്ട്. മരുമക്കൾ വന്നു കഴിഞ്ഞാൽ പിന്നെ മകന് തന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമെന്ന്. തന്നിൽ നിന്നും മരുമകൾ അവനെ അകറ്റുമെന്ന്. അതെങ്ങനെയാണ് മമ്മി അകറ്റുന്നത്? ഒരു മകൻ അമ്മയിൽ നിന്നും അകലാതെ ഏത് മരുമകൾക്കാണ് അവനെ തൻ്റെ അമ്മയിൽ നിന്നും അകറ്റാൻ സാധിക്കുന്നത്? മമ്മി പറയുന്നു മമ്മിയേക്കാൾ കൂടുതൽ ഞാൻ ഇവളെ സ്നേഹിച്ചിരുന്നുവെന്ന്. ഒരമ്മയെ സ്നേഹിക്കുന്നത് പോലെ ഏത് ഭാര്യയാണ് സ്നേഹിക്കാൻ കഴിയുക? അതുപോലെ ഒരു ഭാര്യയെ സ്നേഹിക്കുന്നത് പോലെ ആർക്കാണ് ഒരു അമ്മയെ സ്നേഹിക്കാൻ കഴിയുന്നത്? ഭാര്യ എപ്പോഴും ഭാര്യയും അമ്മ എപ്പോഴും അമ്മയായിരിക്കും മമ്മി. അമ്മയായും ഭാര്യയായി മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ. ഞാനിവളെ സ്നേഹിച്ചത് ഇവളെൻ്റെ പാതി ആയതുകൊണ്ടാണ്. ഞാനിവളെ സ്നേഹിച്ചു എന്ന് കരുതി ഒരിക്കലും മമ്മിയോടുള്ള സ്നേഹം കുറഞ്ഞു പോകുന്നില്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചത് മമ്മിയാണ്. ഇവളെ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ ഇവളെ കെട്ടിക്കൊണ്ടുവന്നത്? മമ്മിയെ മാത്രം സ്നേഹിച്ച് അവിടെ നിന്നാൽ പോരായിരുന്നോ? മകളായിട്ട് മമ്മി ഇവളെ സ്നേഹിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെ ഒരു അമ്മായിമ്മയ്ക്ക് മകളെപ്പോലെ തൻ്റെ മരുമകളെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ അവർക്ക് അത്രയും നല്ല വിശാല മനസ്സുണ്ടായിരിക്കണം. അത് ഭൂരിപക്ഷം അമ്മമാർക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ മമ്മിക്ക് ഇവളെ മരുമകളായി സ്നേഹിക്കാൻ കഴിയുമായിരുന്നു. മകൻ്റെ ഭാര്യയായി സ്നേഹിക്കാൻ കഴിയായിരുന്നു. പക്ഷേ ഇവിടെ മമ്മി അതുപോലും ചെയ്തില്ല. പകരം തൻ്റെ മകനിൽ നിന്ന് അവൻ്റെ ഭാര്യ ഒഴിവാക്കാൻ നോക്കുകയായിരുന്നു. ഞാൻ അറിയാതെ ഇവളെ എന്നിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുകയായിരുന്നു. അവൻ ദേഷ്യത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവർ ഒന്നും തിരികെ പറയാനാകാതെ തല കുനിച്ചു. മമ്മി തെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇന്ന് മമ്മിയുടെ മകൻ്റെ മുമ്പിൽ ഇങ്ങനെ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നത്. അലക്സ് തലകുനിച്ച് നിൽക്കുന്ന അന്നമ്മയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവർ തലയുയർത്തി അവനെ നോക്കി. പാത്തു, മമ്മിക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. അവൻ പാത്തുവിനെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. വേണ്ട മോളെ, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അവൾ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങിയതും അവർ അവളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ വിഷമത്തോടെ അവരെ നോക്കി. അലക്സ്, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് മോനെ. ഒരിക്കലും പൊറുക്കാനോ മറക്കാനോ പറ്റാത്ത തെറ്റാണ് ഞാൻ ചെയ്തത്. ഞാൻ കാരണം നിങ്ങളുടെ ജീവിതമാണ് ഇല്ലാതെയായിപ്പോയത്. എനിക്കറിയാം, എല്ലാം എനിക്കറിയാം. പക്ഷെ ഞാനതൊക്കെ മനസ്സിലാക്കി വന്നപ്പോഴേക്കും താമസിച്ചു പോയി. എന്നോട് മോൻ ക്ഷമിക്കണം. നിങ്ങൾ അവിടെ ഇല്ലാതെ എനിക്കെന്തോ അവിടെ ശ്വാസം മുട്ടുന്നത് പോലെയാ. നിനക്കറിയാവുന്നതല്ലേ അലക്സ്, മറ്റാരേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നിന്നെയാണെന്ന്. അത് നിനക്കും അറിയാവുന്നതല്ലേ? ഐഷു എപ്പോഴും പരാതി പറയാറുണ്ട്, ഞാൻ അവളെക്കാളും കൂടുതൽ നിന്നെയാണ് സ്നേഹിക്കുന്നതെന്ന്. അതൊക്കെ ശരിയാണ് അലക്സ്. എന്തുകൊണ്ടോ ഐഷുവിനേക്കാളും ഞാൻ സ്നേഹിച്ചത് നിന്നെയായിരുന്നു. എനിക്ക് സ്വാർത്ഥതയായിരുന്നു നിൻ്റെ കാര്യത്തിൽ. ഇവളുടെ പപ്പയെ കിട്ടാതെ പോയതിലുള്ള ദേഷ്യവും എല്ലാം കൊണ്ട് ഞാൻ ചെയ്തു പോയി അലക്സ്. എന്നോട് ക്ഷമിക്കണം. അവർ അവൻ്റെ മുൻപിൽ കൈകൂപ്പി. മമ്മി, അവർ അവൻ്റെ മുൻപിൽ കൈകൂപ്പുന്നത് കണ്ട് പാത്തു ദയനീയമായി അവരെ വിളിച്ചു. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അലക്സിന് അത് കണ്ട് വിഷമമായെങ്കിലും പഴയതോർക്കും തോറും അവനെ അവരോടൊപ്പം പോകാൻ മനസ്സ് വരുന്നില്ലായിരുന്നു. അവർ തൊഴുകൈകളോടെ നിൽക്കുന്നത് കണ്ടിട്ടും അലക്സ് ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. പാത്തുവും അന്നമ്മയും അവൻ പോകുന്നത് കണ്ട് ദയനീയമായി നോക്കി നിന്നു. മമ്മി വാ,
കഴിക്കാനെടുക്കാം. പാത്തു അവരെ നോക്കി പറഞ്ഞതും അവർ വേണ്ട എന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി തലയാട്ടി. എന്തേലും കഴിച്ചിട്ട് പോകാം മമ്മി, ഞാൻ പറയുന്നത് കേൾക്ക്. അവൾ വീണ്ടും അവരെ നിർബന്ധിച്ചു. വേണ്ട മോളെ, ഞാൻ ഇറങ്ങുവാ. മോള് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നോട് അവന് ദേഷ്യമാണ്. ഞാൻ പറഞ്ഞ അവൻ കേൾക്കില്ല. ഒരു മകനോടും ചെയ്യാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ എൻ്റെ മകനോട് ചെയ്തത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും, വരണം. അവർ അവളെ നോക്കി പറഞ്ഞതും അവൾ തിരിച്ച് എന്ത് മറുപടി പറയണമെന്നറിയാതെ നിന്നു. കാരണം അവൾ പറഞ്ഞ അലക്സ് കേൾക്കില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവൾ ദയനീയമായി അവരെ നോക്കി. അവർ അവളുടെ അടുത്തേക്ക് നടന്നു. പിന്നെ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. ആദ്യമായി ലഭിക്കുന്ന അവരുടെ സ്നേഹത്തിൻ്റെ പ്രതീകത്തിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മോളെന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം. അവർ അവളുടെ മുൻപിൽ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞതും അവൾ വല്ലാതെയായി. അവൾ അരുത് എന്നുള്ള രീതിയിൽ തലയാട്ടിക്കൊണ്ട് അവരുടെ കൈകളെ താഴേക്ക് പിടിച്ചു മാറ്റി. മമ്മി എൻ്റെ മുൻപിൽ കൈകൂപ്പരുത്, എനിക്കത് സഹിക്കാൻ പറ്റില്ല. മമ്മിയെ ഞാൻ എൻ്റെ മമ്മിയുടെ സ്ഥാനത്താണ് കാണുന്നത്, ഇതുവരെ കണ്ടിട്ടുള്ളതും. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്നെ വഴക്ക് പറയാനൊക്കെ മമ്മിക്ക് അവകാശവും അധികാരവും ഉണ്ട്. ഇച്ചായനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവരൊന്ന് പുഞ്ചിരിച്ചു. പിന്നെ അവളുടെ കവളിൽ ഒന്ന് കൈകൊണ്ട് തഴുകിയതിനു ശേഷം അവർ യാത്ര പറഞ്ഞിറങ്ങി. പാത്തു അവർ പോകുന്നത് നോക്കി നിന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. അന്നമ്മ പോയതും പാത്തു അലക്സിൻ്റെ അടുത്തേക്ക് നടന്നു. അവൾ ചെന്നപ്പോൾ അവൻ കട്ടിലിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ പതിയെ അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. ഇച്ചായ, അവൾ അവൻ്റെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് വിളിച്ചു. അവൻ ഫോണിൽ നിന്ന് കണ്ണെടുക്കാതെ തന്നെ അവൾ വിളിച്ചതിന് മറുപടി എന്നവണ്ണം ഒന്ന് മൂളി. മമ്മിയോട് ക്ഷമിക്കാമായിരുന്നു. മമ്മിക്ക് ഒരുപാട് വിഷമമായി. കരഞ്ഞുകൊണ്ടാണ് മമ്മി ഇവിടുന്ന് പോയത്. പാത്തു അവൻ്റെ മുഖത്തേക്ക് നോക്കി വിഷമത്തോടെ പറഞ്ഞതും അവൻ ഫോണിൽ നിന്നും കണ്ണെടുത്ത് അവളുടെ മുഖത്തേക്ക് നോക്കി. ഓ, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രമേ കണ്ണുനീരും വിഷമമൊക്കെ വരുള്ളല്ലോ. ഞങ്ങൾ ആണുങ്ങളല്ലേ? ആണുങ്ങളുടെ മനസ്സിന് കല്ലിൻ്റെ കട്ടിയല്ലേ? അതുകൊണ്ട് ഞങ്ങൾക്ക് സങ്കടവും വിഷമമൊന്നും ഇല്ലല്ലോ അല്ലേ? അവൻ പുച്ഛത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവളുടെ മുഖം വാടി. പാത്തു, നിങ്ങൾക്ക് മാത്രമല്ല മനസ്സെന്ന് പറയുന്ന സാധനം ഉള്ളത്. നിങ്ങൾക്ക് മാത്രമല്ല വിഷമവും സങ്കടവും ദുഃഖവും ഉള്ളത്. ഞങ്ങൾക്കും ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങളെപ്പോലെ ഞങ്ങൾക്ക് കരയാനും പറയാനും ഒന്നും അറിയില്ല എന്നേ ഉള്ളൂ എന്ന് കരുതി ഞങ്ങൾക്ക് വിഷമമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഒന്നും പറയാതെ തലകുനിച്ചു. പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് മനസ്സില്ല, അതുകൊണ്ട് പറയുക, നമ്മൾ ഇനി മുതൽ ഇവിടെയായിരിക്കും താമസിക്കുന്നത്. മമ്മിക്ക് വേണമെങ്കിൽ ഇവിടേക്ക് വരാം. എത്ര ദിവസം വേണമെങ്കിലും മമ്മിക്ക് ഇവിടെ വന്ന് താമസിക്കാം. നമുക്കും വേണമെങ്കിൽ 1-2 ദിവസം അവിടെ പോയി താമസിക്കാം. അതിനപ്പുറം ഒന്നും നീ പ്രതീക്ഷിക്കരുത്. നമ്മൾ രണ്ടുപേരുടെയും വീട് ഇവിടെയാണ്. അവൻ അവളെ നോക്കി കുറച്ച് കടുപ്പിച്ച് പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ തലയാട്ടി. പിന്നെ അടുക്കളയിലേക്ക് നടന്നു. അവൾ പോകുന്നത് അവൻ ചിരിയോടെ നോക്കി നിന്നു. അലക്സിൻ്റെ വീട്ടിൽ നിന്നും വന്ന അന്നമ്മ കുരിശിങ്കലിലേക്ക് കയറിയതും അവരെ കാത്തിരുന്നത് പോലെ അലക്സിൻ്റെ പപ്പ അവിടെ ഉണ്ടായിരുന്നു. നീ എവിടേക്ക് പോയതാ? അയാൾ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അലക്സ് എല്ലാം വിളിച്ച് അയാളോട് പറഞ്ഞിരുന്നു. അത് ഞാൻ പിന്നെ അലക്സിൻ്റെ വീട്ടിൽ. അവർ ചെറു പേടിയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്തിന്? നീ ഇപ്പോൾ എന്തിനാ അവരുടെ വീട്ടിലേക്ക് പോയത്? അവിടെ ആ കുഞ്ഞുങ്ങളെ സന്തോഷമായിട്ട് ജീവിക്കാൻ നീ അനുവദിക്കില്ല എന്ന തീരുമാനം എടുത്തിട്ടുണ്ടോ? അയാളെ കുറച്ച് ദേഷ്യത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അത് കേട്ടവർക്ക് വിഷമമായി. ഞാൻ അതിനു വേണ്ടി പോയതല്ല, അലക്സിനെയും പാത്തുവിനെയും ഇവിടേക്ക് വിളിച്ചു കൊണ്ടുവരാൻ പോയതാ. അവർ തിരികെ അയാളോട് മറുപടി പറഞ്ഞു. എന്നിട്ട് അവരെന്തു പറഞ്ഞു? അയാൾ സംശയത്തോടെ അവരോട് ചോദിച്ചു. അവർ വരുന്നില്ല എന്നാ പറയുന്നത്. ഞാൻ ആകുന്നത് പറഞ്ഞു നോക്കി, പക്ഷെ അലക്സ് സമ്മതിക്കുന്നില്ല. അവർ വിഷമത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അയാൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. എങ്ങനെ സമ്മതിക്കും? അവരുടെ ജീവിതത്തിലെ ആകെ കരടായിട്ട് മാറിയത് നീയാണ്. നീ ഇത്രയും ചെയ്തു കൂട്ടിയിട്ട് നിന്നോട് ക്ഷമിച്ച് ഇവിടേക്ക് വരാൻ അലക്സ് സമ്മതിക്കുമോ? അലക്സ് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ 2 വർഷം എങ്ങനെയാണ് അവൻ തള്ളി നീക്കിയതെന്ന് അവന് മാത്രമേ അറിയുള്ളൂ. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാകില്ല. മകനോടുള്ള അമിതമായ സ്നേഹവും കിട്ടാതെ പോയ പ്രണയത്തിൻ്റെ പുറകെ പോകുന്ന നിനക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ലടി. അയാൾ ദേഷ്യത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അയാളുടെ വായിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളും അവരുടെ മനസ്സിൽ തുളച്ചു കയറുന്നത് പോലെ അവർക്ക് തോന്നി. തൻ്റെ തെറ്റുകൾ വീണ്ടും വീണ്ടും തന്നെ ക്രൂശിക്കുന്നത് പോലെ അവർക്ക് തോന്നി. അവരൊന്നും മിണ്ടാതെ തന്നെ മുറിയിലേക്ക് നടന്നു. അവർ വരൂ അന്നമ്മേ, ഇവിടേക്ക് തന്നെ അലക്സും പാത്തുവും വരും. പക്ഷെ നിങ്ങൾ രണ്ടുപേരും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ അകൽച്ച. അയാൾ ചെറുചിരിയോടെ മനസ്സിലോർത്തു.